കാണിക്കുന്നേ? അല്ല, ഞാൻ നിന്നൊന്ന് സഹായിക്കാന്ന് കരുതി. ആ, ഇത് സഹായമല്ല, ഉപദ്രവമാണ്. വെറുതെ പച്ചക്കറി വേസ്റ്റ് ആക്കല്ലേ, ഇങ്ങോട്ട് മാർക്ക്. ചേടാ, എനിക്ക് ഇതൊക്കെ ഒന്ന് പഠിക്കണ്ടേ? അതും സംഭവിക്കില്ലെന്ന് വെച്ചാ എന്ത് ചെയ്യും? ആദ്യം മോൻ ഇവിടെ ഇരുന്ന് കണ്ടു പഠിക്കും എങ്ങനെ പച്ചക്കറി അരിയണമെന്ന് ഞാൻ കാണിച്ചു തരാം. ദാ നോക്കിക്കും. ഗൗതം, അതെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ചോദിക്കൂ. ചോദിച്ചു കഴിഞ്ഞിട്ട് നോ എന്ന് പറയരുത്. ഇല്ല, ചോദിക്കേ. എന്തായാലും ആവശ്യമില്ലാത്തൊന്നും ഇനി ചോദിക്കില്ലെന്ന് എനിക്കറിയാം. അതെ, ഞാൻ ആദ്യം ജോലി ചെയ്തിരുന്ന ഒരു സ്കൂളുണ്ട്. അവിടുത്തെ പ്രിൻസിപ്പാളിനെ ഞാനൊന്ന് വിളിച്ചായിരുന്നു. എന്തിന്? വേറൊന്നിനുമല്ല, എന്റെ ആ പഴയ ടീച്ചർ ജോലി എനിക്ക് തിരിച്ചു തരുമോന്ന് ചോദിക്കാൻ. ഗൗതം സമാധാനത്തോടെ ആലോചിച്ച് ഏതെങ്കിലും ഒരു പുതിയ ബിസിനസ് തുടങ്ങണം. അതിനെന്തായാലും കുറച്ച് സമയമെടുക്കും. വീടിന്റെ വാടക കൊടുക്കണം, പലചരക്ക് വാങ്ങാൻ പൈസ വേണമെന്നൊക്കെ ആലോചിച്ച് മനസ്സിന് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും ഒരു ജോലിയെക്കുറിച്ച് ഗൗതം ചിന്തിക്കാൻ പോലും പാടില്ല. എന്തു പറയുന്നു? ഓക്കെ അല്ലേ? അത് ശരിയാവില്ല നിധി. നിന്നെ ജോലിക്ക് അയച്ചിട്ട് അതുകൊണ്ട് ജീവിക്കാന്ന് പറഞ്ഞാൽ അത് വേണ്ട. നോ പറയരുതെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞതല്ലേ? എന്നോട് സമ്മതിച്ചതല്ലേ? എന്നിട്ടിപ്പോ കാലു മാറുന്നോ? വേണ്ട, ഞാൻ പിണങ്ങി. ശരി, സമ്മതിച്ചു. ഈശ്വരമംഗലത്ത് നിന്ന് ഇറങ്ങി പോരുമ്പോ മുഴുവൻ സ്വത്തുക്കളും അവിടെ ഉപേക്ഷിച്ചിട്ടാണ് വന്നതെന്ന് എനിക്കൊരു തോന്നലുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി. ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട സ്വത്തിനെയും കൂടെ കൂട്ടിക്കൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയെന്ന്. നിന്നെ ഭാര്യയായിട്ട് കിട്ടിയ ഞാൻ എന്തുമാത്രം പുണ്യം ചെയ്തവനാണെന്ന് അറിയാമോ?